ശരിക്കും പറഞ്ഞാല് ഈ ഗുഡ് തിങ് ഹാപ്പൻ ടു മീ ഓർ ബാഡ് തിങ് ഹാപ്പൻ ടു മീ എന്ന് പറഞ്ഞ സംഭവം ഇല്ല. ഇതിന്റെ മൊമെന്റ്സ് ആണ്. ലൈക്ക് ഓൾ ആർ മൊമെന്റ്സ്. നമ്മൾ ഈ ചില കാര്യം അധിക ടൈമും കാറ്റഗറൈസ് ചെയ്യും. ദാറ്റ്സ് എ ഗുഡ് തിങ് ഹാപ്പൻ ടു മീ, ദാറ്റ്സ് എ ബാഡ് തിങ് ഹാപ്പൻ ടു മീ എന്ന് പറഞ്ഞിട്ട് കാറ്റഗറൈസ് ചെയ്യും. പക്ഷേ ഇറ്റ്സ് റോങ്. അതിന്റെ എക്സാമ്പിൾ വെച്ച് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, നിങ്ങൾക്കൊരു ഡ്രീം ഉണ്ട്, ഒരു ഗോൾ ഉണ്ട്. നിങ്ങൾ അതിന്റെ ബാക്കിൽ പോവാന്ന് വിചാരിച്ചേ, നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സും എല്ലാവരും നിങ്ങൾ എതിരാണ്, നിങ്ങൾ എല്ലാവരും ഇൻസൾട്ട് ചെയ്യാൻ തുടങ്ങി. 5 കൊല്ലം കഴിഞ്ഞ് നിങ്ങൾ ആ ഡ്രീം അച്ചീവ് ചെയ്ത് കഴിഞ്ഞു. ആ എല്ലാവരും ഇൻസൾട്ട് ചെയ്തതാണ് കേട്ടോ ബാഡ് തിങ്. 5 കൊല്ലം കഴിഞ്ഞ് നിങ്ങൾ ഡ്രീം അച്ചീവ് ചെയ്ത് കഴിഞ്ഞു. അന്ന് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് നിങ്ങൾ പാസ്സായി അല്ലെങ്കിൽ എന്തെങ്കിലും അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ, ഐ ബെറ്റ് യു ദാറ്റ് നിങ്ങൾ അന്ന് പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചാല്, അന്ന് അവര് പറഞ്ഞോട്ട് ഇങ്ങനായി അങ്ങനായി എന്നല്ല. നിങ്ങൾ അന്ന് ആ 5 കൊല്ലം കഴിഞ്ഞിട്ട് പറയാൻ പോകുന്നത് ആ ജയിച്ച കോഴ്സിനെ പറ്റിയോ അതിലൊന്നുമല്ല. നിങ്ങൾ ആ കഥയിൽ നിങ്ങൾ ഫസ്റ്റ് പറയാൻ പോകുന്ന കാര്യം അന്ന് നടന്ന ബാഡ് തിങ് ആയിരിക്കും. അവരിങ്ങനെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ നിങ്ങൾ അന്ന് പറയാൻ പോകുന്നത് അത് ഗുഡ് തിങ് പോലെയാണ് നിങ്ങൾ പറയാൻ പോകുന്നത്. കാരണോടൊന്നല്ല പറയാൻ പോകുന്നത്, നിങ്ങൾ ചിരിച്ചുകൊണ്ടിരിക്കും പറയാൻ പോകുന്നത്. അന്ന് നടന്ന ബാഡ് തിങ് നിങ്ങൾക്ക് ഇന്ന് ഗുഡ് തിങ് പോലെ തോന്നി. നെക്സ്റ്റ് ആണ് മറ്റേ യു ട്രസ്റ്റ് സംവൺ. ഒരാളോട് സംസാരിച്ച് ഫ്രണ്ടായി ട്രസ്റ്റ് ചെയ്ത് ഗുഡ് തിങ് ഹാപ്പൻ. 5 കൊല്ലം കഴിഞ്ഞ് അവര് നിങ്ങളെ പറ്റിച്ച് ബിട്രേ ചെയ്ത്. ഐ ബെറ്റ് യു ദാറ്റ് നിങ്ങൾ ഒരിക്കലും പറയൂല അവരെ കണ്ട നന്നായി എന്നല്ല പറയാൻ പോകുന്നത്. അന്ന് അവരെ കാണണ്ടായിരുന്നു. അതായത് നിങ്ങൾക്ക് അന്ന് ഗുഡ് തിങ് തോന്നിയ കാര്യം ഇന്ന് ബാഡ് തിങ് ആയിട്ട് തോന്നി. വാട്ട് ഐ എം സേയിങ് ഈസ് ദാറ്റ് തിങ്സ്, അതായത് നിങ്ങൾ കാറ്റഗറൈസ് ചെയ്യുന്നത് ഒരു കാര്യം ഗുഡ് തിങ് ബാഡ് തിങ് കാറ്റഗറൈസ് ചെയ്യുന്ന കാര്യം മൊമെന്റിനും ടൈമിനും അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ആൻഡ് ഇതെടുത്ത് പറയാൻ കാരണം എന്താ വെച്ചാല്, നമ്മൾക്ക് അല്ലെങ്കിൽ സ്ട്രെസ്സും തലവേദനയും അല്ലെങ്കിൽ ഓരോ കാര്യങ്ങളുണ്ട്. അതിന്റെ ഇടയിൽ നമ്മൾ ഇടക്ക് തലയിൽ എടുത്തു വെക്കുന്ന കാര്യമാണ് ഇങ്ങനെ, ഓ ദാറ്റ് ബാഡ് തിങ് ഹാപ്പൻ ടു മീ എന്ന് പറഞ്ഞിട്ട് സാഡ് ആയിട്ടിരിക്കും, അല്ലെങ്കിൽ ദാറ്റ് ഗുഡ് തിങ് ഹാപ്പൻ ടു മീ എന്ന് പറഞ്ഞിട്ട് ഓവർ ആയിട്ട് എക്സൈറ്റഡ് ആയിട്ടിരിക്കും. പക്ഷെ ദിസ് തിങ്സ് വിൽ ചേഞ്ച്. ഈ മൊമെന്റ്സ് മാറിക്കൊണ്ടിരിക്കും. ഇത് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും എന്നൊരു മൈൻഡ് സെറ്റ് എടുക്കുകയാണെങ്കിൽ യു വോണ്ട് പ്രഷറൈസ് യുവർ സെൽഫ്. അല്ലെങ്കിൽ വേണ്ടാത്ത എക്സൈറ്റ്മെന്റോ അല്ലെങ്കിൽ വേണ്ടാത്ത സാഡ്നെസ്സോ എടുത്ത് തലയിൽ വെക്കൂല. തിങ്സ് വിൽ ചേഞ്ച്. ദ പോയിന്റ്, ദ ആർട്ട് ഓഫ് ലിവിങ് ഈസ് ടു ലിവ് ഇൻ ദ മൊമെന്റ്. സോ ഓരോ മൊമെന്റിനനുസരിച്ച് ലിവ് ചെയ്യലാണ്ട്, അല്ലാണ്ട് ഇൻസ്റ്റെഡ് ഓഫ് കാറ്റഗറൈസിങ് ഓരോ മൊമെന്റ് കാറ്റഗറൈസ് ചെയ്യുന്നതിന് പകരം യു ജസ്റ്റ് ഹാവ് ടു ലിവ് ഇൻ മൊമെന്റ്. സോ യു വിൽ ലിവ് എ ഗുഡ് സ്മൂത്ത് ലൈഫ്.